ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, 2-3 ദിവസമായി നാം എല്ലാവരും വലിയ ദുഃഖത്തിലും പരിഭ്രാന്തിയിലുമായിരുന്നല്ലോ. ഈ മഴക്കടലിൽ വീടും വീട്ടുകാരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ തീവ്രവേദനയിൽ കഴിയുന്ന ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. എല്ലാവരെയും മനസ്സിലാക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാ ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഉറവിടവുമായ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഇവരെ നമുക്ക് സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. എല്ലാവരെയും വ്യക്തിപരമായി അറിയുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവനുമായ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. നാഥ, കരയുന്നവരുടെ കൂടെ കരയുന്നവനാണെന്ന് ലാസറിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ കണ്ടതാണല്ലോ. കടലിൽ പോയി ഒന്നും കിട്ടാതെ വിഷമിച്ചു വരുന്ന മക്കൾക്ക് കരയിൽ അപ്പവും മീനും ഉണ്ടാക്കി ഒരമ്മയുടെ സ്നേഹവും കരുതലും കൂടി നീ കാത്തിരുന്ന് ഞങ്ങൾ ഓർക്കുന്നു. മനസ്സ് തളർന്ന് ശരീരം തളർന്ന് 3 ദിവസമായി നിൻ്റെ അടുക്കൽ ആശ്വാസത്തിനായി കാത്തിരുന്ന ജനത്തെയും ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകി നീ പറഞ്ഞു അയച്ചല്ലോ. കർത്താവെ, സർവ്വതും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചാലും നാഥ, നിന്റെ മാറോട് ചേർത്ത് പിടിച്ചാലും നിന്റെ കൈകളിൽ ശാശ്വതമായ സമാധാനമുണ്ടല്ലോ. നാഥ, ഇവരെ തേർച്ചു പിടിക്കണമേ. ഇവരുടെ കണ്ണുനീര് നീ തുടച്ചു മാറ്റണമേ. നിന്റെ കരുണ ഇവരുടെ മേൽ ചൊരിയണമേ. കർത്താവെ, ഇവരുടെ എല്ലാ തലങ്ങളിലും മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും ഇവരെ ആശ്വസിപ്പിക്കണമേ. നഷ്ടപ്പെട്ടതിൻ്റെ സ്നേഹം ദൈവമേ, നഷ്ടപ്പെടലിൻ്റെ ആ നഷ്ടബോധത്തിൽ ഇവർ കഴിയാതെ കർത്താവെ നിന്നോട് ചേർത്ത് പിടിച്ച് എല്ലാത്തിനും ഞാൻ കൂടെയുണ്ടെന്നുള്ള ധാരണയിൽ അവരെ നയിച്ചാലും കർത്താവെ, അവരെ മുഴുവനായി നീ ഏറ്റെടുക്കണേ. ലോകം മുഴുവനോടൊപ്പം ഞങ്ങളും ഈ ചെറിയ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ വിരിച്ച ചിറകുകളുടെ കീഴിൽ ഇവരെ ചേർത്ത് പിടിച്ച് കർത്താവെ നിന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഈ മക്കളെ ആശ്വസിപ്പിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. ആമേൻ.